ഞാനങ്ങനെ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ സിഗ്നലിൽ വണ്ടി നിർത്തിയിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പശുവും കൂടെ നിൽക്കുന്നത് നോക്കെ സിഗ്നലിൽ. അത് കൊള്ളാം അല്ലേ? സിഗ്നലായി പശു നടക്കുമെന്ന് നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റുണ്ട്, KR മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടികളുടെ ഹോണടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. യെസ്, യൂട്യൂബർ. അങ്ങനെ വണ്ടികളുടെ ഹോണടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോഴിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ KR മാർക്കറ്റും പരിസരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാനാണ്. ഇപ്പോഴും സമയം വൈകുന്നേരം 5:45 ഏകദേശം ഒന്ന് ഇരുട്ട് വീഴുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഒരു 6-6:30-7 മണിക്ക് മുന്നേ വരെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. 1500-ലധികം കടകളുണ്ടെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് ഈ KR മാർക്കറ്റിനകത്ത്. പിന്നെ 15 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ച് കിടപ്പുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് KR മാർക്കറ്റും പരിസരമൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് വരാം. ഇതാ കണ്ടില്ലേ, വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ KR മാർക്കറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബസ് സൗകര്യമുണ്ട്. ഇതാ കണ്ടില്ലേ. പിന്നെ അടുത്തായിട്ട് മെട്രോ സ്റ്റേഷനും ഉണ്ട്. KR മാർക്കറ്റ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനും ഉണ്ട്. ഇവിടെ എല്ലാമായിട്ട് കച്ചവടങ്ങൾ തകൃതിയായിട്ട് നടക്കുവാണ്. പച്ചക്കറിയും അങ്ങനത്തെ സംഗതികളെല്ലാം കച്ചവടം ചെയ്യുവാണ്. ചീര കണ്ടില്ലേ, ചീര ചെറിയ ചെറിയ കെട്ടുകളൊക്കെ ആയിട്ട് വെച്ചിരിക്കുവാണ്. പുതിന ഇലയെല്ലാം ഉണ്ട്, പുതിന ഇല. പിന്നെ അല്ലാതെ അമരയ്ക്ക, മുട്ടക്കോസ്, ക്യാബേജ്, അങ്ങനത്തെ കോളിഫ്ലവർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ക്യാപ്സിക്കം എല്ലാം പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് എത്രയമ്മ, എവിടെ അമ്മ ഇത്? 20 രൂപ. 20 രൂപയാണ് ഒരു പാത്രം ക്യാപ്സിക്കം. അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. ഗ്രീൻ പീസും എല്ലാം പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതെല്ലാം 20 രൂപ താണോ അമ്മ? എല്ലാം 20 രൂപയാണ്. ഈ കായുടെ പേരെന്താണെന്ന് അറിയാൻ പറ്റില്ലോ. അതാ വെള്ളരിക്ക, കുക്കുംബറൊക്കെ ഇരിപ്പുണ്ട്. ഇന്ത കായ്ക്ക് പേരെന്നമ്മ? പീക്കങ്ക. പീക്കങ്ക എന്നാണ് ഈ കായുടെ പേര്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് നാരങ്ങയും വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് നാരങ്ങ. ഫ്രഷ് അതാ, ഫ്രഷ് ഇതെന്ന് കേട്ടോ. അങ്ങനെ ഇതും ഫ്രഷ് അല്ലേ? രണ്ടും ഫ്രഷ് താനേ? എല്ലാമേ ഫ്രഷ്. എല്ലാമേ 20 രൂപ താനാ? എല്ലാം 20 രൂപയാണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ല ലാഭമാണ്. വെണ്ടയ്ക്കയുണ്ട്, നാരങ്ങയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വരി വരിയായിട്ട് കച്ചവടങ്ങളുണ്ട്. പച്ചക്കറികളുടെ എല്ലാം കച്ചവടങ്ങൾ വരി വരിയായിട്ടുണ്ട്. ഇതാ ഒരമ്മ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ഇതാ ഇവിടെ ആയിട്ട് നോക്കേ, ഒരു സൈഡിലായിട്ട് പശുക്കൾ നിന്ന് പച്ചക്കറി എല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പച്ചക്കറിയുടെ വേസ്റ്റ്. പശുവിൻ്റെ വിശപ്പ് മാറും, മനുഷ്യൻ്റെ വിശപ്പും മാറും. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ചെറിയ ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റ് 20 രൂപയാണ്. ഏതെടുത്താലും 20 രൂപ. ഇവിടെ ആയിട്ട് വഴുതനയും എല്ലാം ഉണ്ട്. എല്ലാത്തിനും 20 രൂപയാണ് വില. ഈ ഒരു ഫുട്പാത്തിൻ്റെ പരിസരത്തായിട്ട് ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കല്ലുകൾ കാണാം. ഇത് കണ്ടാൽ ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് തോന്നും, പക്ഷേ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഒറ്റ കല്ലാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് തോന്നും ഇത് കാണുമ്പോൾ, പക്ഷേ അങ്ങനെ പറ്റില്ല. ഞാൻ ഒരുപാട് ഉറക്കെ സംസാരിക്കുവാണ്. നോക്കെ, ഇത്രയും വണ്ടികൾ ഹോണടിച്ച് പിന്നെ ഇത്രയും വണ്ടികളുടെ എഞ്ചിൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയുമില്ല. തൊണ്ട. ഈ പശു ഇത്ര നേരമായിട്ടും ക്രോസ് ചെയ്തില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുവാണ്. നമുക്കിത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. തോന്നില്ല, ഇവിടെ തന്നെ നിൽക്കുവാണോ? അങ്ങനെ ഞാനും റോഡ് ക്രോസ് ചെയ്തിരിക്കുവാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെയും അതേപോലത്തെ കച്ചവടങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. 1 കിലോ 60 രൂപ നെല്ലിക്ക, 1 കിലോ 40 രൂപ പേരയ്ക്ക, പൈനാപ്പിൾ 1 കിലോ 60 രൂപ. സത്യത്തിൽ കച്ചവടക്കാരെ കാട്ടി ഉറക്കെ ഞാൻ വിളിക്കുവാണ്. ആപ്പിൾ 1 കിലോ 60 രൂപ, ഓറഞ്ച് 1 കിലോ 60 രൂപ. രണ്ടും 1 കിലോ 60. ഇത് മട്ടോ? ഓറഞ്ചാണ് 1 കിലോ 60 രൂപ. ആപ്പിളിൻ്റെ റേറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാലും കച്ചവടം ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് ഇഞ്ചി 1 കിലോ ഇഞ്ചി 30 രൂപ. 1 കിലോ ബീൻസ് അല്ലേ ആയിരിക്കാം, 40 രൂപ. ഇവിടെ 1 കിലോ ഓറഞ്ച് 50 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പള്ളി കാണാം, ഒരു മുസ്ലിം പള്ളി. യെസ്, അങ്ങനെ നമ്മൾ KR മാർക്കറ്റിന് അടുത്തെത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒഫീഷ്യലി അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ, ഈ കാഴ്ചകളെല്ലാം കണ്ട് കച്ചവടങ്ങളെല്ലാം കണ്ട് നടന്നു പോകാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. നോക്കെ, പൂവെല്ലാമായിട്ട് പൂക്കച്ചവടവും പൂമാലയും. ആപ്പിൾ 5 ആപ്പിൾ, 3 ആപ്പിൾ, 4 ആപ്പിൾ, അങ്ങനെ ഓരോരോ ആപ്പിളുകൾ എണ്ണി വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. 50 രൂപ ഏതെടുത്താലും. ഏതാണ് 50 രൂപ? ഒരു പാത്രം 50 രൂപയാണ്. അങ്ങനെ ഓറഞ്ചും ഉണ്ട്, ഇതും 50ആണ്. അപ്പോൾ ഇതും 50 രൂപയാണ് വില. അങ്ങനെ മുന്തിരി, ഇതും 50 രൂപയാണ്. ഏതെടുത്താലും 50 രൂപ. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അതായിരുന്നു സിമ്പിൾ. ഒരുപാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ ജോലി സമയമെല്ലാം കഴിഞ്ഞു.
കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു 5:45 5 മണി കഴിയുമ്പോൾ എല്ലാവരും ഫ്രീ ആവും എന്ന് വെച്ചാൽ 9 to 5 ജോബ് ഉള്ളവരെല്ലാം ഫ്രീ ആവും. അങ്ങനെയുള്ളവർ കൂടുതലായിട്ടും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കിയ ഒരു തള്ളുവണ്ടിയിൽ പാത്ര കച്ചവടം, പലതരം കൊച്ചു കൊച്ചു പാത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിനകത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാമായിട്ട് പലചരക്കുകൾ, നല്ല മുളകിൻ്റെയും മല്ലിയുടെയും എല്ലാം മണം കേട്ടുകൊണ്ട് മണത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക ഫീലുണ്ട്, ഒരു കമ്പോള ഫീൽ. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് പലതരം സുഗന്ധദ്രവ്യങ്ങൾ എന്താ വെച്ചാൽ മണമുള്ള പല ഐറ്റംസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏലക്കയൊക്കെ നല്ല മണമല്ലേ, അതൊക്കെ ഇട്ടിരിക്കുന്ന പാത്രം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക രസമുണ്ട്. പഴയ തകരപ്പാട്ടകൾ, അതിനകത്ത് കണ്ണാടിയൊക്കെ വെച്ചിട്ടേ കൊള്ളാം. ഗ്രാമ്പു, പട്ട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തായാലും അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊള്ളാം. മിച്ചർ കടയിലെല്ലാം മിച്ചറും ചിപ്സും ഒക്കെ കച്ചവടത്തിന് വെച്ചിരിക്കുമല്ലോ, അതേപോലെ ചെറിയ ചെറിയ കണ്ണാടി പെട്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. എവിടെയായിട്ട് നോക്കേ, കളർഫുൾ, നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഇത് നോക്കേ, ഡയമണ്ട് പോലെ ഉണ്ട്. പനം കൽക്കണ്ട്, ഇത് പനം കൽക്കണ്ടല്ലേ? ഇത് പനം സാമ്പ്രാണിയാണിത്. ക്ഷമിക്കണം, വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക. പലതരം സാമ്പ്രാണികളുണ്ട്, ചുമ്മാ അല്ല, നല്ല മണം. എന്തായാലും ഈ ഒരു സാമ്പ്രാണിക്ക് എത്രയാണെന്ന് ചോദിക്കാം. ഇന്ന സാമ്പ്രാണി എവ്വളോ കിലോ? 300 രൂപയാണ് ഈ സാമ്പ്രാണിയുടെ വില. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പരിസരത്തെല്ലാം അതേപോലത്തെ കടകളാണ്, സാമ്പ്രാണിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളാണ്. കുങ്കുമം, ഇതെല്ലാം ഇങ്ങനെ വീഴാതെ അങ്ങനെ ഇരിക്കുന്നില്ലേ? നോക്കേ, പൊടിയാണേ, പൊടി നല്ല കട്ടിയായിട്ട് ഷേപ്പായിട്ടിരിക്കുന്നുണ്ട്. എവിടെയായിട്ട് വെറ്റയില നല്ല ഡിസൈനിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഇരിക്കുന്നത് കണ്ടില്ലേ, ഈ പഴം ബാംഗ്ലൂരിൽ എവിടെ നോക്കിയാലും കാണാം. ബാംഗ്ലൂർ റോബസ്റ്റ് എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലുമുണ്ട്. ഇത് എവിടെയും ഞാൻ കൊലയിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല, എല്ലായിടത്തും പടലായിട്ടിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പഴം കൊലയായിട്ട് നിൽക്കുന്നത്? ഞാൻ സത്യത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കൊലയായിട്ട് നിൽക്കുന്നത് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ആ ഒരു കൊലപ്പഴം ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരും. എവിടെയായിട്ട് വേറെയും പഴങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇത് ഒരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഇതിനകത്തേക്കെല്ലാം ഫ്രൂട്ട്സാണ്, കംപ്ലീറ്റ് ഫ്രൂട്ട്സാണ്. ഇതാ കണ്ടില്ലേ, എല്ലായിടത്തും പ്ലേറ്റിൽ വെറുതെ എഴുതിയിരിക്കുമല്ല, നല്ല ഡിസൈനിൽ എഴുതിയിരിക്കുകയാണ്. നോക്കെ, ഇത്രയും മനോഹരമായിട്ട് പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വെറുതെ സാധാരണ നമ്മൾ കാണുന്നത് വെറുതെ ചോക്ക് വെച്ച് എഴുതുന്നതാണ്, പക്ഷേ ഇതങ്ങനല്ല, നല്ല ഡിസൈനിൽ എഴുതിയിരിക്കുകയാണ്. 140 രൂപ. പലതരം ആപ്പിളുകളുണ്ട്, ഓരോ ആപ്പിളിനും ഓരോ പേരുകളെല്ലാം ഉണ്ട്. പിങ്ക് ലേഡി, പിന്നെ റോയൽ ഗാല, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ടൈപ്പ് ആപ്പിളുകളുണ്ട്. ഇതെവിടെയായിട്ട് 1 കിലോ 40 രൂപ. മുന്തിരി, ഇതെവിടെ ആപ്പിളെല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ആപ്പിളൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. സാധാരണ തണ്ണിമത്തനും പിന്നെ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിരിക്കും, ആ ഒരു പഴുത്തതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആപ്പിൾ ഞാൻ ഇവിടെയാണ് കാണുന്നത് അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ എല്ലാം കുറച്ചധികം മുന്തിരി കൊലകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ 100 എഴുതിയിരിക്കുന്നതൊക്കെ ഒരു വേറൊരു ഫോണ്ടിൽ, ഇറ്റാലിക് ഫോണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അത് കൊള്ളാം അല്ലേ? ആനചാമ്പയ്ക്ക എന്നൊക്കെ പറയും ഇതിനെ. വലിയ ചാമ്പയാണിത്. ഇത് എവിടെ അമ്മ? 50 രൂപയാണ് ഈ പിടി. എന്തായാലും അത് കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ചാമ്പയേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കും. എല്ലാവരും ഒന്നും ഈ ഒരു ആനചാമ്പ കണ്ടിട്ടില്ലായിരിക്കാം. ഇവിടെയായിട്ട് നോക്കിയാൽ സ്ട്രോബെറി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ടും റെഡ് കളറിൽ കാണാം. നല്ല പഴുത്ത സ്ട്രോബെറി. 20 രൂപയുള്ളൂ കേട്ടോ സ്ട്രോബെറി. അത് കൊള്ളാമല്ലോ. 20 രൂപയ്ക്ക് ഒരു ബോക്സ് സ്ട്രോബെറി ഉണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റിലെല്ലാം 100-ും 150-നും വാങ്ങുന്നതാണ് 20 രൂപ. നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഉള്ളിലേക്കെല്ലാം ഫ്രൂട്ട്സ് കടകൾ തോനെയുണ്ട്. പിന്നെ ഒരേപോലത്തെ കടകൾ വീണ്ടും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഉള്ളിലേക്ക് നടക്കുന്നില്ല. നമുക്ക് വേറെ ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കടയ്ക്കുള്ളിലൂടെ നടന്ന് വേറൊരു ഭാഗത്തേക്ക് ഇറങ്ങുവാണ്. ഈ ഭാഗത്തെല്ലാം പച്ചക്കറിയാണ്. കണ്ടില്ലേ, ഇവിടെല്ലാം കുക്കുംബറെല്ലാം വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെല്ലാം വരിയായിട്ട് കുക്കുംബറും പിന്നെ പലതരം പച്ചക്കറികൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 20 രൂപയാണ് വില. നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കാണാനേ. ഓ, ഇത് 10 രൂപ. ഈ സാധനം എന്താ നമ്മളങ്ങനെ കണ്ടിട്ടില്ല? വിളാഹയോ? വിളാഹ അറിഞ്ഞൂടാ. ഓ അതാ അല്ലേ? നോക്കട്ടെ. ഓ, ഇത് ചക്കര പോട്ട് സാപ്പിടണമോ? ഓ, ചക്കര പോട്ട് സാപ്പിടുന്ന സാധനം ഇത്. ഇതിൻ്റെ പേര് വളാക എന്ന് പറഞ്ഞൊരു കായാണിത്. ഒരെണ്ണം 10 രൂപയാണ് വില. ഒരെണ്ണം 10, ഒന്നുക്ക് 10. ഒരെണ്ണം 10 രൂപയാണ് വില. എന്തായാലും കൊള്ളാല്ലേ. കന്നഡത്തിൽ ബേൽഡൺ. കന്നഡത്തിൽ ബേൽഡൺ എന്നാണ്. ബേൽഡൺ.
ബേൽദൻ. തമിഴിൽ ബാൽഗ. വളാങ്ക. വളാമ്പഴം. ഞാനിത് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യ. ഞാനിത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല മാർക്കറ്റിലൊന്നുമേ. ഇത് വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഒരുപാടിത്താൻ വരും. ശരിങ്ങമ്മ. ഇവിടെ ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം തമിഴ് അറിയാം. സേലം ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ കച്ചവടത്തിനും കർഷകരെല്ലാം ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ടില്ല എന്ന് വെറുതെ പറയുമല്ല. ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതെന്ത് കായാന്നറിയാൻ വയ്യ. ഇതെന്താ കാ? ഹോക്കൽ എന്നാണ് ഇതിൻ്റെ പേര്. എന്താണോ എന്തോ. ഇവിടെ എല്ലാം മാങ്ങയുടെ സെക്ഷനാണ്. പലതരം മാങ്ങകൾ. വലിയ മാങ്ങയുണ്ട്, കപ്പ മാങ്ങ, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അങ്ങനെ വേറെയും വലിയ മാങ്ങകൾ. ഇത് എவ்வளோ മാങ്ങ? ഓ, 120 രൂപയാണ് 1 കിലോ. സത്യത്തിൽ എവിടെയും ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ബാക്കിൽ ആൾക്കാർ വന്നിങ്ങനെ തെള്ളും. പോന്ന് പറഞ്ഞിട്ടേ. കാര്യം ബാക്കിലും ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുമല്ലേ. ഇതാ ഇവിടെ ആയിട്ട് 10 രൂപ ഒരു പീസ് കോളിഫ്ലവറിന് 10 രൂപ. ഇത് 30 രൂപ. വലുതും ചെറുതുമുണ്ട്. പിന്നെ ഒരു ഇടത്തരവുണ്ട്, 20 രൂപയുടേതുമുണ്ട്. അങ്ങനെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. 20, 10, 30 അങ്ങനെ പലതും പല ക്വാളിറ്റിയാണ്. ഇത് 50 രൂപ അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് രണ്ടും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് 50 രൂപയുടേതും ഇത് 40 രൂപയുടേതും. അങ്ങനെ ദൂരെയായിട്ട് വാങ്ങി വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 6:25 ആയിട്ടുണ്ട്. നേരം ഇരുട്ടി വരുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കടകളിലെല്ലാവേ. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കച്ചവടങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ സ്പോട്ട് കൊള്ളാം. അതുകൊണ്ട് ഈ കച്ചവടം ചെയ്യുന്ന ചേട്ടന് സെപ്പറേറ്റ് ലൈറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം ഈ കടയിലേക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു സ്റ്റാളിലേക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വെട്ടം ഇവിടുത്തെ പൈനാപ്പിൾ കച്ചവടത്തിനും കുറച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്നും സെപ്പറേറ്റ് വെട്ടമൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലെ വെട്ടം കടകളിലേക്ക് സ്പോട്ട് ലൈറ്റ് കൊടുക്കുമല്ലോ, അങ്ങനെ സെപ്പറേറ്റ് വെട്ടമൊന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ആ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് വേറെ വെട്ടത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ എല്ലാമായി തക്കാളികൾ വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് തക്കാളികൾ. 2 kg 50 രൂപ. അതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല തക്കാളി തിളങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബൾബിൻ്റെ വെട്ടത്തിൽ സവാളയും ഉള്ളിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ ബൾബ് കണ്ടിട്ട് സത്യത്തിൽ കുറച്ചധികം നാളായി. ഇപ്പോഴെല്ലാവരും CFL-ഉം അങ്ങനത്തെ ബൾബല്ലേ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ബൾബ് കണ്ടിട്ട് കുറച്ചധികം നാളായി. 100 വാട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ആ ഒരു വെട്ടത്തിൽ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് സവാളകളെല്ലാം. സവാള 3 കിലോ 100 രൂപയാണ് വില. ഇവിടെ എല്ലാം സവാളയുടെ സെക്ഷനാണ്. കണ്ടില്ലേ, എല്ലാം 3 കിലോ 100 രൂപ തന്നെയാണ്. ഇവിടെയും ഈ കടയിലും 3 കിലോ 100 രൂപ. എല്ലാവരും ഒരേപോലെയാണ് വില ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് തക്കാളി 2 തരം തക്കാളി. 20 രൂപയുടെ തക്കാളിയും ഉണ്ട്, 15 രൂപയുടെ തക്കാളിയും ഉണ്ട്. കണ്ടില്ലേ, ഇത് 15 രൂപ. അങ്ങനെ കുക്കുംബർ 20 രൂപ. ഇവിടെയായിട്ട് ഇത് കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു സംഗതിയാണിത്. സാധാരണ കന്നഡ ഫുഡിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താലി മീൽസിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. സാധാരണ ഈ കർണാടകയിൽ നിന്ന് നമ്മൾ ഊണെല്ലാം മേടിക്കുമ്പോൾ ഇതിങ്ങനെ പൊരിച്ചത് കാണാറുണ്ട്. എന്തായാലും ഇത് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പളം എന്നാണെന്ന് തോന്നുന്നു പറയുന്നതിന്. ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ സെക്ഷനാണ്. ഉരുളക്കിഴങ്ങ് അത്ര കളർഫുള്ളല്ല. ഉരുളക്കിഴങ്ങും കപ്പയും എല്ലാം അത്ര കളർഫുള്ളല്ല കാണാൻ. അത്ര കളർഫുള്ളല്ല. ഉരുളക്കിഴങ്ങിൻ്റെ വിലയൊന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് എவ்வளோ ബ്രോ? 2 കിലോ 50 രൂപയാണ് ഉരുളക്കിഴങ്ങിൻ്റെ വില. സത്യത്തിൽ ഈ ഒരു കച്ചവടങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാനേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു പ്രത്യേക ഫീൽ ഉണ്ടെന്ന്. ഇവിടെയായിട്ട് നോക്കി, ഉരുളക്കിഴങ്ങിൻ്റെ അതേ കളറിലുള്ള ഒരു ബോർഡ് 4 കിലോ 100 രൂപ. ഇവിടെയായിട്ട് പച്ചമുളക് വ്യത്യസ്തമായിട്ടുണ്ട് കാണാൻ. കാര്യം 2 സൈഡിൽ ഇരിക്കുന്നതിന് അത്ര കളറില്ല. ഒന്ന് ഇഞ്ചിയും അപ്പുറത്ത് വെളുത്തുള്ളിയുമാണ്. അതിന് നടുക്ക് പച്ച കളറിൽ പച്ചമുളക് കാണാൻ നല്ല ഭംഗിയുണ്ട്. 1 കിലോ 60 രൂപയാണ് വില. ഇതാ നോക്കി, ഇവിടെ എല്ലാം സവാളകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് 3 കിലോ 100 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതേ വില തന്നെയാണ്. എന്തായാലും ആ ഒരു ബൾബിൻ്റെ വെട്ടമാണ് ഹൈലൈറ്റ്. ഇത് ഇങ്ങനത്തെ ബൾബുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ബൾബ്, ആ ഒരു വെട്ടത്തിൽ ഈ ഒരു സവാളയും ഉള്ളിയും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവർ ഓരോ ലൈറ്റുകളും ഓരോ പച്ചക്കറിക്കും പലചരക്കിനും ചേരുന്ന രീതിയിലാണ് ഇടുന്നത്. ഇവിടെ വെളുത്തുള്ളിക്ക് ഇതാ കണ്ടില്ലേ, LED ബൾബാണ് ഇട്ടിരിക്കുന്നത്. ആ LED ബൾബ് ഇടുമ്പോൾ വെളുത്തുള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. വെളുത്തുള്ളി എന്ന് പറയേണ്ട കാര്യമില്ല, വെളുത്തുള്ളി. ഇത് അവിടെ ആയിട്ട് ഉള്ളിലായിട്ട് കണ്ടില്ലേ വലിയ തടിയൻകായല്ല ഇരിക്കുന്നത്. ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ ഒരാൾ ഗൂഗിൾ പേയിൽ പൈസ അയച്ചായിരുന്നു. അതിൻ്റെ ഒരു സൗണ്ട് കന്നഡ ഭാഷയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടിയല്ലേ പറയുന്നത്, നന്ദിയുണ്ടേ. അതേപോലെ ഇവിടെ ആരായിരിക്കും പറയുന്നത്? ഇവിടെ ഏത് സൂപ്പർ സ്റ്റാർ ആയിരിക്കാം പറയുന്നത്? 1 കിലോ 20 രൂപ തക്കാളി. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് നോക്കി ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്താൽ പോലും ഇത്ര പെർഫെക്ഷനായിട്ട് ലൈറ്റ് കിട്ടില്ല. അത്രയും ഭംഗിയുണ്ട്.
ആ ഒരു ലൈറ്റിൽ മലക്കറികളും പച്ചക്കറികളും എല്ലാം കാണാൻ. അങ്ങനെ ഞാൻ ഇത്രയും നേരവും നടന്നത് ഈ ഒരു വഴിയിലൂടെ ആയിരുന്നു. ഇവിടെ മാത്രമല്ല കച്ചവടങ്ങളുള്ളത്, ഈ ഒരു ബിൽഡിങ്ങിനകത്തായിട്ടുമുണ്ട്. ഇവിടെ ഈ കാണുന്നത് വലിയ മാർക്കറ്റ് ബിൽഡിംഗ് ആണ്. ഇതിനകത്തായിട്ടും പലതരം കച്ചവടങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്കെല്ലാം ഒന്ന് നടന്നിട്ട് വരാം. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് ചന്ദനത്തിരി, വിളക്കുതിരി, അതേപോലെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടകളാണ്. ഇവിടെയുണ്ട് ചന്ദനത്തിരി, അങ്ങനത്തെ ഐറ്റംസ്. ഇവിടേക്ക് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? അതാ നോക്കേ, മുകളിലായിട്ട് ബോക്സ് വെച്ചിരിക്കുന്നത്. കിളികൾക്ക് തങ്ങാൻ വേണ്ടിയിട്ട് ബോക്സ് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വൈക്കോലെല്ലാം ഇട്ടിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം അല്ലേ? അവിടെ കിളിയൊക്കെ മുകളിലിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാമായിട്ട് വെച്ചിരിക്കുന്നത് നോക്കേ, പാക്കറ്റായിട്ട് വെച്ചിരിക്കുവാണ്. എനിക്ക് തോന്നുന്നത് പൂജ കിറ്റാണെന്നാണ് തോന്നുന്നത്. കുറച്ചധികം ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു ചെറിയ കിറ്റാക്കി വെച്ചിട്ടുണ്ട്. വിഷുക്കണിക്കെല്ലാം വെക്കുന്നത് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കുറച്ച് വലിയൊരു പാക്കറ്റും ഉണ്ട്. കുറച്ചധികം പഴങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടും പൂജാ സാധനങ്ങളാണ് വിൽക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. കണ്ടില്ലേ, ബസ്സിനകത്തെല്ലാം ഇതേപോലെ മാലയെല്ലാം ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സിലൊക്കെ അതേപോലത്തെ മാലകൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതാ ഇവിടെ പച്ചമുളകുകൾ തരംതിരിക്കുവാണ്. ഇതിനകത്ത് കുറച്ച് പഴുത്ത മുളകുകളുണ്ട്. കണ്ടില്ലേ, ഈ പഴുത്ത മുളകുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുവാണ്. നമ്മൾ നേരത്തെ പുറത്ത് കണ്ട ആ ഒരു കുങ്കുമവും സാമ്പ്രാണിയും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ട് ലൈറ്റിൽ ഇട്ടിരിക്കുവാണ്. എന്തായാലും ആ ഒരു ലൈറ്റിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെയായിട്ട് വാഴയുടെ സെക്ഷൻ, വാഴ ഇലയുമുണ്ട്, പിന്നെ അല്ലാതെ വലിയ വലിയ വാഴകളുമുണ്ട്. ഈ വലിയ വാഴയെന്ന് വെച്ചാൽ ഓരോ സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം, പിന്നെ കല്യാണം, അതേപോലെയൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ ആർച്ചിനെടുത്ത് വയ്ക്കുമല്ലോ, അതിനാണ് ഈ വലിയ വാഴകൾ. പിന്നെ അമ്പലത്തിലെ പൂജ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചെറിയ വാഴയുണ്ട്. 3 വാഴകൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ 3 വാഴകൾക്കും കൂടി 500 രൂപയാണ്. ഇതെവിടെയായിട്ട് നോക്കിയാൽ വാഴ ഇലയുടെ ഒരു ബണ്ടിൽ തന്നെ ഉണ്ട്. ഇതിനകത്ത് വാഴ ഇലകൾ കൂട്ടത്തോടെ കെട്ടിവെച്ചിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടും വാഴ ഇലയെല്ലാം അറേഞ്ച് ചെയ്യുവാണ്. വാഴയും അങ്ങനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യുവാണ്. പൂക്കൊല ഇരിക്കുന്നത് കണ്ടില്ലേ, ഇത് അടയ്ക്കാമരത്തിൻ്റെ കൊലയാണ് എന്ന് പറയുമ്പോൾ പൂജ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം എടുക്കും. അമ്പലങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് കൊള്ളാമല്ലോ. ഇതൊന്നും സംഭവം എതൊക്കെ ഇത്? പൂജ, ഡെക്കറേഷന് വേണ്ടിയുള്ള ഇല വെച്ച് ചെയ്തിരിക്കുന്നതാണ്. 50 രൂപയുള്ള ഒരെണ്ണത്തിൻ്റെ വില. പക്ഷേ അത് ഒരുപാട് വർക്കുണ്ട്. 50 രൂപ അല്ല, ഒരു 100 രൂപയെങ്കിലും വാങ്ങണം. അത്രയും കഷ്ടപ്പാടുണ്ട് അത് ചെയ്യുന്നതിന്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ സമയം ഒരുപാട് ചെയ്യും, ഒരുപാട് എടുക്കും. അതാ ഇത് നോക്കേ, ഇത് കൊള്ളാമല്ലോ. ഓല വെച്ച് ചെയ്തിരിക്കുന്നത്, ഓല വെച്ച് ചെയ്തിരിക്കുന്ന ചെറിയ വട്ടിയാണ്. 500. 500 രൂപയാണ് ഇതിൻ്റെ വില. 500 റുപ്പീസ്. 500 റുപ്പീസ് അല്ലേ? 500 റുപ്പീസ്, 500 രൂപയാണ് വില. വൈറ്റ് ഗ്രീൻ അങ്ങനെ രണ്ട്. 500 ഓർ 50? 500 റുപ്പീസ് കൊണ്ട് ഇതിൻ്റെ വില. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇവരുടെ പലതരം വർക്കുകൾ ഇവിടെ കാണാം. ഇതെവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓലയിൽ പലതരം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് വെട്ടി തരപ്പെടുത്തുവാണ്. ഇതെവിടെ ഇവർ ചെയ്തിരിക്കുന്ന ഓരോരോ വർക്കുകളുടെയും ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോഴും കണ്ടത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇതെവിടെ മയിലിനെയൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കേ, മയിൽ, തത്ത, താമരപ്പൂവിൽ തത്ത ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, കൊള്ളാം അല്ലേ? ഇതാ ഞാനിങ്ങനെ ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് വലിയ വലിയ ഹാരങ്ങൾ ഉദ്ഘാടനത്തിനും, ഇതെനിക്ക് തോന്നുന്നു ദൈവത്തിനൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു. വലിയ വലിയ അമ്പലങ്ങളിലെല്ലാം ഇടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു 5 അടി നീളമുണ്ട് ആ ഒരു മാലയ്ക്ക്, ആ ഒരു ഹാരത്തിന്. ഇതിങ്ങനെ ഉള്ളിലേക്കെല്ലാം കുറച്ചധികം ഹാരങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയും ഉണ്ട്. എന്തായാലും അത് വലിയ ഹാരം, അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഇതിൻ്റെ വില 1500 രൂപ. അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്താൽ അതനുസരിച്ച് ഇവർ നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ചെയ്തു തരും. എന്തായാലും കൊള്ളാം, നല്ല വലിയ ഹാരങ്ങൾ. ഇത് ഞാൻ വിചാരിച്ചേ ഇത് പ്ലാസ്റ്റിക് എന്തെങ്കിലും സംഗതിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, പൂവ് വെച്ച് ചെയ്തിരിക്കുവാണ്. പൂവ് എന്തായാലും കൊള്ളാം, നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. മുല്ലമൊട്ട് വെച്ച് ചെയ്തിരിക്കുക കണ്ടില്ലേ, അത് നൂലിലിങ്ങനെ പ്രത്യേക രീതിയിൽ കെട്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുവാണ്. ഇനിയും വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. ഇതാ ഇനിയും താഴേക്ക് നൂലെല്ലാം കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ, ഇവിടെ താഴെ വരെ ഇവർ ചെയ്തെടുക്കും. എന്തായാലും മനോഹരമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അവിടെയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ശംഖൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ട് കാണാൻ. നമ്മൾ കന്യാകുമാരിയിലെല്ലാം പോകുമ്പോൾ ശംഖെല്ലാം വെച്ച് ഓരോ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ മനോഹരമായിട്ടുണ്ട്. ഈ ഹാരം നോക്കേ, കുറച്ചധികം റോസാപ്പൂക്കൾ വെച്ചിട്ട്, കുറച്ചധികം എന്ന് വെച്ചാൽ ഒരുപാട് റോസാപ്പൂ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. വലിയൊരു ഹാരം, നല്ല കനമുണ്ട്. ഏകദേശം കൈ വെക്കുമ്പോൾ അതിൻ്റെ കനം മനസ്സിലാവും കണ്ടില്ലേ.
വലിയ കനമുള്ള ഹാരമാണ്. ഏകദേശം ഒരു 5 അടിയോളം വലിപ്പമുണ്ട്, നീളമുണ്ട്. 3500. ഒരുപാട് നേരത്തെ വർക്കാണ്. എത്ര നേരം എടുക്കും ഇത് ചെയ്തെടുക്കണമെങ്കിൽ? 3500 രൂപയാണ് ഇതിൻ്റെ വില. അത്രയും കൊടുത്താലും ഒരു നഷ്ടമില്ല. അങ്ങനെ ഇതാ കണ്ടില്ലേ, 4 സൈഡിലായിട്ടും പൂക്കടകളാണ്. അങ്ങോട്ടേക്കും പൂക്കടകൾ, ഇങ്ങോട്ടേക്കും പൂക്കടകൾ, അവിടെയും ഇവിടെയും. അങ്ങനെ 4 സൈഡിലും കച്ചവടങ്ങളാണ്. പൂവിൻ്റെ കച്ചവടങ്ങൾ, പൂമാലകളുടെ കച്ചവടങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പച്ചക്കറികൾ സ്പോട്ട് ലൈറ്റ് കാണിച്ചിരിക്കുന്നെന്ന്? അതേപോലെ ഇവിടെ പൂക്കൾ സ്പോട്ട് ലൈറ്റിൽ കാണിച്ചിരിക്കുവാണ്. ഇതേപോലെ പല കളർ ലൈറ്റുകൾ പൂവിൻ്റെ മുകളിലേക്ക് അടിക്കുവാണ്. അപ്പോൾ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കേ, യെല്ലോ കളർ ലൈറ്റാണ് അടിക്കുന്നത്, ഒരു വാം കളർ. ആ ഒരു ലൈറ്റിൽ ഈ ഒരു റെഡ് കളർ പൂവ് കാണാൻ, പൂമാല കാണാൻ നല്ല ഭംഗിയുണ്ട്. യെല്ലോയും എല്ലാം കൊള്ളാം. റെഡ് കളറൊക്കെ നല്ല ചുമന്നിരിക്കുന്നു. എൻ്റെ അമ്മോ, ഇവിടെ നോക്കേ, കുറച്ചധികം ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പൂക്കൾ. നല്ല വെട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കി ഇവിടെ എല്ലാം പൂക്കൾ റോളായിട്ട് ചുറ്റുമാണ്. ഇത് പൂമാല കെട്ടുന്നതിന് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ പൂമാലകൾ കെട്ടാൻ വേണ്ടിയിട്ട് വലിയ റോളായിട്ട് ചുറ്റുമാണ്. ഇത് വേറെ സ്ഥലത്തേക്ക് കയറ്റി വിടാനായിരിക്കാം. എന്തായാലും അങ്ങനെ ചുറ്റുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ എല്ലാം അതേപോലെ ഓരോരോ ചുറ്റുകൾ ഇരിപ്പുണ്ട്, ഓരോരോ റോളുകൾ. നല്ല മണവുമുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ സ്പ്രേ അടിച്ചിട്ട് നിൽക്കുന്നത് പോലെയുണ്ട്. ഈ കളർ പൂവ് നോക്കേ, ഒരു വയലറ്റ് കളർ പൂവ്. ഞാൻ വയലറ്റ് കളർ എന്നൊക്കെ പറയുന്നെങ്കിലും വീഡിയോയിലൂടെ കാണുമ്പോൾ അത് വേറെ കളറായിട്ട് തോന്നും. കാര്യം ക്യാമറയിൽ കളറുകൾക്ക് വ്യത്യാസം വരും. എന്തായാലും പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെയും ചുറ്റി ഓരോരോ വലിയ വലിയ ബണ്ടിലാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെവിടെയായിട്ട് ആൾക്കാരെല്ലാം പൂവെല്ലാം വാങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. തകൃതിയായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്മ പൂവെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇത് രണ്ടും 2 കളറാണ്. പക്ഷേ ക്യാമറയിലൂടെ, അതായത് ഞാൻ ഈ ഡിസ്പ്ലേയിലൂടെ നോക്കുമ്പോൾ ഒരേ കളറായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? നേരിട്ട് കാണുമ്പോൾ ഇത് രണ്ടും 2 കളറാണ്. ഇത് റോസ് കളറും ഇത് റെഡ് കളറും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോയിലൂടെ കാണുമ്പോൾ കളറിൽ ചില വ്യത്യാസങ്ങൾ വരും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ കളറ്. മെറൂൺ കളറാണ്, മെറൂൺ കളർ. കേരള സ്പെഷ്യൽ കാലിക്കട്ട്. ഓ, കേരള സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. 200. ഓ, ഓരോ റേറ്റും മാറി മാറി വരും, സീസൺ അനുസരിച്ച് മാറി മാറി വരും. 200 രൂപയാണ് ഇന്നത്തെ വില. ഒരു നാൾ 120, ഒരു നാൾ 160. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ നാൾ 200 രൂപ. അങ്ങനെ വിലകൾ മാറി മാറി വരും. ഇവിടെയായിട്ട് നോക്കേ, ഈ ഒരു കെട്ട് കൊള്ളാം അല്ലേ? പേരെന്നമ്മ ഇതൊക്കെ? സാമന്തി. സാമന്തി എന്ന് പറഞ്ഞ പൂവാണ്. അത് കെട്ടിവെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ പൂക്കളുടെ ഇടയിൽ വേറെ വേറെ കളർ പൂക്കൾ എന്ന് പറയുമ്പോൾ വെള്ള മാലയ്ക്കിടയിൽ ചുമപ്പ് പൂക്കൾ. അത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയായിട്ട് നോക്കേ, വെള്ളച്ചാക്കിൽ വെള്ളപ്പൂവ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ടെന്ന് ഞാനൊരു 100 തവണയെങ്കിലും പറഞ്ഞു കാണും ഈ വീഡിയോയിൽ. കൃത്യമായ എണ്ണം പറയുന്നവർക്ക് ഞാനൊരു ചിക്കൻ ബിരിയാണി വാങ്ങി തരുന്നതായിരിക്കും. എന്തായാലും നല്ല, ഞാൻ വീണ്ടും പറയാൻ വേണ്ടി പോയതാ, മനോഹരമായിട്ടുണ്ട്. ഇതെവിടെയായിട്ട് നോക്കേ, കറുപ്പ് ചാക്കിൽ ആ ഒരു വെള്ളപ്പൂ ഇട്ടിരിക്കുന്നത് വേറൊരു വ്യത്യസ്തമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൂവിൻ്റെ സെക്ഷനിൽ നിന്നും കുറച്ച് കട്ടിയുള്ള സെക്ഷനിലേക്ക് വന്നിരിക്കുവാണ്, ഇരുമ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുവാണ്. ഇതെവിടെയായിട്ട് ഇരുമ്പ് ചട്ടിയും അതേപോലെയുള്ള പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. പലതരം ചട്ടികളും പാത്രങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടുകവും എല്ലാ സംഗതികളും ഉണ്ട്. ഈ കാണുന്ന വലിയ ഇരുമ്പ് ചട്ടിയെല്ലാം വീട്ടിലേക്കൊന്നും ആവശ്യമില്ല. ഹോട്ടലുകൾ, പിന്നെ റോഡ് സൈഡിലെല്ലാം ചീനിവറ്റലും ചക്കവറ്റലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുമല്ലോ. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വലിയ ചട്ടിയെല്ലാം ആവശ്യമാണ്. അതേപോലെ പലതരം ചട്ടികളും പാത്രങ്ങളും എല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമാണിത്. ഉണ്ണിയപ്പത്തിൻ്റെ അച്ച്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എലിവില്ല് സഹിതമുണ്ട്. ഇതാ കണ്ടില്ലേ, വെറൈറ്റി എലിവില്ലാണ്. അങ്ങനെ ഞാൻ ഈ ഒരു വരിയിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാം അതേപോലത്തെ കച്ചവടങ്ങളാണ്, പാത്രങ്ങളുടെ കച്ചവടങ്ങൾ. പാത്രമെന്ന് വെച്ചാൽ കുറച്ച് ഹെവി മെറ്റീരിയൽ, കട്ടിയുള്ള പാത്രങ്ങൾ. ഇതാ നോക്കേ, ഇരുമ്പുചട്ടികളിരിക്കുന്നത് ഇഷ്ടം പോലെ ഇരുമ്പുചട്ടി ഇരിക്കുവാണ്. ഒരു ലോഡ് ഇരുമ്പുചട്ടിയുണ്ട്. ഓക്കെ, വലിയ ഇരുമ്പുചട്ടി. ഇതിൻ്റെയൊക്കെ വലിപ്പം എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അടുത്തായിട്ടൊരു പച്ച ഇതിരിക്കുന്ന കണ്ടില്ലേ, കന്നാസ് പോലെ. അതും ഇതുമായിട്ട് നോക്കുക, അതിൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു അണ്ടാവിൻ്റെ വലിപ്പത്തിലുണ്ട്. ഇതെന്താ സംഗതി? ഇത് ഈ കാണുന്നതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസാണ്. പലതരം ഐറ്റംസ് ഉണ്ട്, കണ്ടില്ലേ? ക്രിസ്മസിനെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാം. ആ ഒരു ബെല്ലൊക്കെ കണ്ടില്ലേ? അതേപോലെ പലതരം വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള ഡെക്കറേറ്റിംഗ് ബോളൊക്കെ നോക്കേ, കൊള്ളാം അല്ലേ? കുപ്പിവെള്ള കിളിക്കിളിക്കിളിങ്ങണല്ലോ. കുപ്പിവളകളുടെ കടയാണ്.
കുപ്പിവളകൾ എവിടെ കണ്ടാലും ഒരു ഭംഗിയാണ്, ഒരു ഉത്സവ ഫീലാണ്. സാധാരണയായിട്ട് ഉത്സവ പറമ്പുകളിലെല്ലാമാണ് ഇതേപോലെ കുപ്പിവളകൾ വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇതെവിടെയായിട്ട് ഇതിനടുത്തായിട്ട് തന്നെ ഒരു റോപ്പിൻ്റെ കടയുമുണ്ട്. ഇതാ കണ്ടില്ലേ, കളർഫുള്ളായിട്ടുള്ള റോപ്പുകൾ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ മാർക്കറ്റെല്ലാം കറങ്ങിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ പുറത്തായിട്ട് നോക്കെ 15 രൂപയ്ക്ക് കരിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കരിക്ക് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഞാനും 15 രൂപയ്ക്ക് ഒരു കരിക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും 15 രൂപയ്ക്ക് ലാഭം തന്നെയാണ്. കൊള്ളാം. ഞാൻ വിചാരിച്ചു 15 രൂപ കൊടുത്ത് മേടിച്ചപ്പോഴേ വാട്ടവെള്ളമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ എല്ലാവർക്കും പൊളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്കും പൊളിച്ച് വാങ്ങാം. യെസ്, അങ്ങനെ എനിക്ക് പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ വർത്തിയാണ്, എന്തൊക്കെ പറഞ്ഞാലും വർത്തിയാണ്. കൊള്ളാം. അങ്ങനെ ഞാൻ KR മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടും കറങ്ങി നടന്ന് കണ്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ദിവസം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും KR മാർക്കറ്റൊന്നും മൊത്തത്തിൽ കറങ്ങി നടന്ന് കാണാനൊന്നും പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 1500-ലധികം കടകൾ ഈ ഒരു KR മാർക്കറ്റിലുണ്ട്. അപ്പോഴേ എല്ലാം കൂടെ കാണാൻ ഒന്ന് ആലോചിച്ച് നോക്കേ, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വൈകുന്നേരം വന്ന് ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രം പോകാതെ ഇതേപോലുള്ള ശരിക്കും ജീവിതങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടി പറയുവാണ്. പിന്നെ അത് മാത്രമല്ല, ബാംഗ്ലൂരിലെ SGKയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പര ചുമ്മികളായിട്ടുള്ള ആ ഒരു അത്രയും വലിയ കെട്ടിടങ്ങളിലും ഫ്ലാറ്റുകളിലും ടെക്നോ പാർക്കുകളിലും എല്ലാം ജോലി ചെയ്യുന്നവരുടെ വീട്ടിലേക്ക് ആഹാരം പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഈ കാണുന്ന ഇന്ന് ഞാൻ കറങ്ങി നടന്ന KR മാർക്കറ്റും അങ്ങനത്തെ പല പല മാർക്കറ്റിൽ നിന്നുമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജീവിതങ്ങൾ ഉള്ള സ്ഥലങ്ങളും കൂടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരണമെന്ന്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു KR മാർക്കറ്റ് കറക്കം വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.